നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുണ്യമാസമായ റമദാനിൽ മുസ്ലിം രാഷ്ട്രമായ സൗദി അറേബ്യ വധശിക്ഷ നടപ്പാക്കി എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. ശിരച്ഛേദം നടത്തിയാണ് രാജ്യത്ത് പലപ്പോഴും വധശിക്ഷ നടപ്പാക്കുന്നത്. കൊലപാതകം അല്ലെങ്കിൽ ഒരാൾ നിരവധി ആളുകളുടെ ജീവന് ഭീഷണിപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് ഒഴികെയുള്ള കുറ്റകൃത്യങ്ങളെ വധശിക്ഷയിൽ നിന്ന് രാജ്യം ഒഴിവാക്കി എന്നായിരുന്നു സൗദി അറേബ്യയുടെ യഥാർത്ഥ ഭരണാധികാരിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ദ അറ്റ്ലാന്റിക് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നാൽ രാജ്യത്ത് മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കുള്ള വധശിക്ഷ കഴിഞ്ഞ വർഷം മുതൽ പുനരാരംഭിച്ചു. അതുപോലെ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി കണ്ടെത്തിയാലും വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും സൗദി വിധിക്കാറില്ല. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും സുരക്ഷാ സൈനികരെ ആക്രമിക്കുകയും ചെയ്ത സംഭവങ്ങളിൽ പ്രതികളായ 3 പേരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത്. ഹുസൈൻ അലി മുഹൈഷി, ഫാദിൽ സഗി അൻസീഫ്, സഗരിയ മുഹൈഷി എന്നീ സൗദി പൗരന്മാരുടെ വധശിക്ഷയാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിൽ നടപ്പാക്കിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. ഭീകര സംഘങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുക, സുരക്ഷാ സൈനികർക്ക് നേരെ വെടിയുതിർക്കുക, ഭീകരവാദികൾക്ക് ഒളിവിൽ താമസിക്കാൻ സഹായം നൽകുക, ആയുധങ്ങൾ ശേഖരിക്കുകയും ആയുധ പരിശീലനം നടത്തുകയും ചെയ്യുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഈ കേസുകൾക്ക് പുറമെ ഒരാൾ സ്ത്രീ പീഡന കേസിലും ഒരാളെ പിടിച്ചുവെച്ച് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച കേസിൽ മറ്റൊരാളും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. കേസുകളിൽ വിചാരണ നടത്തിയ കിഴക്കൻ പ്രവിശ്യയിലെ ക്രിമിനൽ കോടതി 3 പേർക്കും വധശിക്ഷ വിധിക്കുകയായിരുന്നു. പിന്നീട് അപ്പീൽ കോടതികൾ വിധി ശരിവെച്ചു. കേസിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായ ശേഷം വിധി നടപ്പാക്കാൻ അടുത്തിടെ സൗദി ഭരണാധികാരിയുടെ ഉത്തരവും ലഭിച്ചു. ഇതേ തുടർന്ന് ഞായറാഴ്ച രാവിലെയാണ് വധശിക്ഷ നടപ്പാക്കിയത്. 8 ദിവസം മുൻപും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 2 ബഹ്റൈൻ പൗരന്മാരുടെ വധശിക്ഷയും സൗദി നടപ്പാക്കി. ശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് ലഭിച്ചതോടെ ഇരുവരെയും വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിലാണ് ശിക്ഷാവിധി നടപ്പാക്കിയതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ജാഫർ മുഹമ്മദ് അലി, മുഹമ്മദ് ജുമാ സുൽത്താൻ, സദിഖ്, മാജിദ് അബ്ദുർ റഹീം, ഇബ്രാഹിം തമീർ എന്നിവരെയാണ് കേസിൽ സൗദി കോടതി വിചാരണ പൂർത്തിയാക്കി വധശിക്ഷയ്ക്ക് വിധിച്ചത്. സൗദി അറേബ്യയുടെ സുരക്ഷ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായ ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.